ഓക്കെ, സി എച്ചിന് ച് എന്ന ഉച്ചാരണമുണ്ട്, ക് എന്ന ഉച്ചാരണമുണ്ട്, ഷ് എന്ന ഉച്ചാരണമുണ്ട്. അപ്പോൾ ച് വരുന്നതിന് ഉദാഹരണം ചെയർ, കസേര. കെമിക്കൽ, ക വരുന്നത്, ക് വരുന്നത് കെമിക്കൽ, രാസവസ്തു. അടുത്തത് മെഷീൻ, ഷ് വരുന്നതുണ്ട് MESHIN, മെഷീൻ. അടുത്തത് നോക്ക്, ഷ്. എസും എച്ചും ചേരുമ്പോഴും ഷ് എന്ന ശബ്ദം ഉണ്ടാകുന്നുണ്ട്. അതിന് ഉദാഹരണം ഷിപ്പ്, ഫിഷ്. ഷിപ്പ്, ഫിഷ്. SHIP, ഷിപ്പ്, കപ്പൽ. FISH, ഫിഷ്, മത്സ്യം. അപ്പം SH ചേരുമ്പോൾ ഷ് വരുന്ന ശബ്ദം. ടിയും എച്ചും കൂടെ ചേരുമ്പോൾ ത് എന്ന് ഉച്ചരിക്കും, ദ് എന്ന് ഉച്ചരിക്കും. ഉദാഹരണം നോക്ക്, തിൻ. തിൻ എന്ന് പറയുമ്പോൾ മെലിഞ്ഞ, THIN, തിൻ. അപ്പോൾ അവിടെ ത് എന്ന ഉച്ചാരണവും, ദിസ്, ഇത്, ദ് എന്ന ഉച്ചാരണവും, THIS. അപ്പം TH വരുമ്പം ത് എന്നും ദ് എന്നും ഉച്ചാരണമുണ്ട്. അടുത്തത് PH, ഫ് എന്ന ശബ്ദം. നോക്ക്, ഉദാഹരണം ഫോൺ, PHONE, ഫോൺ, ടെലിഫോൺ. ഫോട്ടോ, PHOTO, ഫോട്ടോ. അതുപോലെ WHന് വ് എന്നും ഹ് എന്നും ഉച്ചാരണം വരും. വ് വരുന്നതിന് ഉദാഹരണം വോട്ട്, വാട്ട്, WHAT, വോട്ട്. എന്ത്, ഹു, WHO വന്നപ്പം ഹ് എന്ന ശബ്ദമാണ്. ഹു എന്ന് പറഞ്ഞാൽ ആര്. അപ്പം ത്, TH വരുമ്പം തും, തിൻ, ദിസ്. PH വരുമ്പോൾ ഫ്, ഫോൺ, ഫോട്ടോ. WH വരുമ്പോൾ വ്, ഹു, വോട്ട്, ഹു. വേറെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. വിച്ച്, അങ്ങനെ വരുമ്പോൾ ഹൂസ്. അടുത്തത് നോക്കിയാൽ ക് സൗണ്ട്, സിയും കെയും കൂടെ വരുമ്പോൾ ക് എന്ന ശബ്ദം വരും. ഉദാഹരണം ഡക്ക്, DUCK, ഡക്ക്, താറാവ്. ബ്ലാക്ക്, BLACK, ബ്ലാക്ക്, കറുപ്പ്. അവിടെ BLൻ്റെ കോമ്പിനേഷൻ കണ്ട, ബ്ല്. അടുത്തത് ഡക്ക്, DU വന്നപ്പം ഡക്ക്. അടുത്ത നോക്ക്, ങ് സൗണ്ട് വരാൻ എന്നും ജിയും കൂടെ. സിങ്, പാടുക. കിങ്, രാജാവ്. കിങ്, സിങ്. കിങ് എന്നൊന്നും പറയത്തില്ല, കിങ്, സിങ്. കണ്ടോ സ്പെല്ലിങ് നോക്ക്, SING, മറ്റേ CK, ക്. അടുത്തത് നോക്കി, ഡബ്ല്യുവും ആറും കൂടെ ചേരുമ്പോൾ റ് എന്ന ശബ്ദം, റ്. അത് റൈറ്റ്, WRITE, റൈറ്റ്. അടുത്ത് നോക്ക്, റിസ്റ്റ്, WRIST, റിസ്റ്റ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക, റിസ്റ്റ് എന്ന് പറഞ്ഞാൽ മണിക്കെട്ട്, കൈയുടെ തണ്ട പറയില്ല നമ്മൾ വാച്ചിട്ടുന്ന സ്ഥലം. അത് കഴിഞ്ഞ് നോ, കെയും എന്നും കൂടെ ചേരുമ്പോൾ ന് എന്ന ശബ്ദമാണുള്ളത്. അവിടെ കെ സൈലൻ്റ് ആണ്, ഉച്ചരിക്കാറില്ല. നോക്ക്, നൈഫ്, കത്തി. നീ, കാൽമുട്ട്. KNEE, സ്പെല്ലിങ് KNEE എന്നാണ്, കാൽമുട്ടിനാണ് നീ എന്ന് പറയുന്നത്. അടുത്തത് നൈഫ്, KNIFE, നൈഫ്. കെ സൈലൻ്റ് ആണ് ഈ രണ്ട് വാക്കുകൾ. അപ്പം കെയും എന്നും കൂടെ കോമ്പിനേഷൻ വരുന്ന മിക്കവാറും വാക്കുകളിലും കെ സൈലൻ്റ് ആയിട്ട് ന് എന്ന ഉച്ചാരണം മാത്രമേ ഉള്ളൂ. അടുത്തത് റൈറ്റ് കണ്ടോ, WR കൂടെ റോ, റൈറ്റ്, റിസ്റ്റ്. അങ്ങനെ W കൂടെ ചേർന്ന് പറയും. പക്ഷെ റ് എന്ന ഉച്ചാരണം നമ്മൾ മലയാളത്തിൽ അങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. കണ്ടല്ലോ. അടുത്ത് നമുക്ക് GH വരുമ്പം അത് ഉച്ചരിക്കാറില്ല. ഫ് എന്ന ശബ്ദവും ഹ് എന്ന ശബ്ദവും വരാറുണ്ട്. ഉദാഹരണം നോക്ക്, ലൈറ്റ്, ഐ. ആ ലൈറ്റ്, അവിടെ GH സൈലൻ്റ് ആണ്, ഒരു ഹ് എന്ന ശബ്ദം ചെറുതായിട്ട്, ലൈറ്റ്. അടുത്തത് ലാഫ്, ചിരിക്കുക. ലാഫ്, LAUGH. അവിടെ GHന് ഫ് എന്ന ശബ്ദമാണ്. ചില സ്ഥലത്ത് ഉച്ചരിക്കാറില്ല. അവിടെ ലൈറ്റ് കണ്ടോ. നൈറ്റ്, NIGHT, നൈറ്റ്. അവിടെ വരുമ്പോഴും GH ഉച്ചരിക്കാറില്ല. ലാഫ്, ഫ്. കണ്ടോ. ഇങ്ങനെയാണ് ഈ കോമ്പിനേഷൻ ഉച്ചരിക്കുന്നത്.